ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മളുടെ സെക്കൻഡ് ടേം പോർഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസും മെയിനായിട്ട് കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ട് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പാർട്ട് ബി, കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്. ക്വസ്റ്റ്യൻ നമ്പർ 1. If Thiruvananthapuram is called as TVM and Palakkad called as PKD, then it is dash type of coding. അതിൻ്റെ നമ്മൾ ഇപ്പോൾ പ്ലേസുകളുടെയൊക്കെ ഷോർട്ട് ഫോം യൂസ് ചെയ്യുമ്പോൾ അത് വരുന്ന കോഡിംഗ് സിസ്റ്റം നെമോണിക് കോഡാണ്. അതിൻ്റെ ആൻസർ നെമോണിക് കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ ഡിഫൈൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ് ഇസ് നോൺ ആസ് ആൻസർ ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പൺ സ്റ്റോക്ക്, P&L അക്കൗണ്ട് ആൻഡ് പർച്ചേസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പർച്ചേസ് ആണ്. ബാക്കി മൂന്നും നമ്മുടെ ഗാട്ടയിലെ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പൺ സ്റ്റോക്കും P&L അക്കൗണ്ടും സ്റ്റോക്ക് അറ്റ് ബിഗിനിങ് ഇതെല്ലാം തന്നെ ഗാട്ടയിൽ വരുന്ന സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇത് പർച്ചേസ് മാത്രമാണ് വേറെ നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ദ ഫോളോവിങ്. കൗണ്ട് ഇഫ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഏത് ഫംഗ്ഷനായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ സിമ്പിൾ വെച്ചിട്ടായിരിക്കണം. സോ ഈക്വൽ ടു ഫംഗ്ഷൻ്റെ പേര് കൗണ്ട് ഇഫ് ബ്രാക്കറ്റിൽ റേഞ്ച് ദെൻ കോമ നമ്മുടെ ക്രൈറ്റീരിയ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ കോൺകാറ്റനേറ്റ്. സിൻടാക്സ് ഈക്വൽ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക, കോൺകാറ്റനേറ്റ് ബ്രാക്കറ്റിലെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് 1 കോമ ടെക്സ്റ്റ് 2 കോമ ടെക്സ്റ്റ് 3 ലാസ്റ്റ് 30. അതായത് ടെക്സ്റ്റ് 1 എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റുകൾ തമ്മിലാണ് കമ്പൈൻ ചെയ്യേണ്ടത്. കോൺകാറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റുകളെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടെക്സ്റ്റ് കോൺകാറ്റനേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ്സ്. ചാർട്ട് ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി ഹെൽപ്സ് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ടൈം. നമുക്ക് ടൈം സേവ് ചെയ്യുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ് ഈസിലി. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡുകൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് ദി ഫോളോവിങ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഇപ്പോൾ കോളം ചാർട്ട് യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദ ഡാറ്റ പ്രസൻറ്റഡ് ത്രൂ ബാർ ഡയഗ്രാംസ്. കോളം ചാർട്ടിൽ ഡാറ്റയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ബാർ ഡയഗ്രാംസ് ആയിട്ടാണ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ യു കമ്പയർ എ സിംഗിൾ കാറ്റഗറി. നമ്മൾ സിംഗിൾ കാറ്റഗറി കമ്പയർ ചെയ്യാനാണ് നമ്മുടെ കോളം ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പൈ ചാർട്ട്, യൂസ് ടു ഡിസ്പ്ലേ ഡാറ്റ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ. അതിനാണ് നമ്മൾ പൈ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റൈറ്റ് ഷോർട്ട് കട്ട് കീസ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ റിസിപ്റ്റ് വൗച്ചറിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F4. നെക്സ്റ്റ് സെയിൽസിൻ്റെ F6, കോൺട്രാ എൻട്രി F8, ദെൻ ജേർണൽ F9. ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CIS. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. The next question, explain any 3 financial functions by the syntax. ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ PMT ഫംഗ്ഷൻ ഉണ്ട്, അക്രൂഡ് ഇൻട്രസ്റ്റ് അക്രൻ്റ് ഉണ്ട്, അതുപോലെ ക്യുമുലേറ്റീവ് PMT ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും 3 ഫിനാൻഷ്യൽ ഫങ്ഷൻസ് പറ്റി ഡീറ്റെയിൽഡ് പറയുക, സിൻടാക്സ് കൊടുക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പേറോൾ ആൻഡ് എക്സ്പ്ലെയിൻ ദി കോമ്പണൻസ് ഓഫ് പേറോൾ. അപ്പോൾ പേറോൾ എന്താണെന്ന് ചോദിച്ചാൽ എംപ്ലോയിയുടെ സാലറി ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്. ടു ഷോ ദ ഡീറ്റെയിൽഡ് സാലറി കാൽക്കുലേഷൻസ് ഓഫ് ദി എംപ്ലോയീസ്. കമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബേസിക് പേ, BP ബേസിക് പേ, DA ഡിയർനെസ് അലവൻസ്, HRA ഹൗസ് ആൻഡ് അലവൻസ്, TA ട്രാൻസ്പോർട്ട് അലവൻസ്, ദെൻ നെക്സ്റ്റ് CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പേറോളിൻ്റെ കോമ്പണൻസ്. ദെൻ നെക്സ്റ്റ്, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ജീനുഗാട്ടയുടെ എനി 3 ഫീച്ചേഴ്സ്. നമുക്ക് ആദ്യം പറയാം ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ദെൻ നമുക്ക് ഇതിൽ നിന്ന് കോമ്പണൻസ് റിപ്പോർട്ട്സ് ക്യാൻ ബി ജനറേറ്റ്. നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. നമ്മൾക്ക് മിക്കവാറും വർഷങ്ങളിൽ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. കുട്ടികളെല്ലാം അത് നോക്കിയിട്ട് പഠിക്കുക.